അതിലെ ഷാനവാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിഖിലിൽ നിന്ന് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും സ്ക്രീനിൽ കാണുമ്പോൾ തോന്നുന്നില്ല. ഈ ഒരു ഏജ് റിവേഴ്സിങ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നേരിട്ട് കണ്ടിട്ടും അതെ വലിയ മാറ്റം സത്യം. ഞാനത് പുകഴ്ത്തി പറയുകയല്ല, ആ സിനിമയിൽ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു ഇയാൾ ഇപ്പോഴും ഇങ്ങനെ ചെറുപ്പമായിട്ടിരിക്കുകയാണല്ലോ. അതെ, അത് അറിയില്ല, അത് മേ ബി ജെനറ്റിക്സ് ആയിരിക്കും. പിന്നെ നമ്മളങ്ങനെ അധികം എന്താ പറയുക, കുറച്ചൊക്കെ ഒരു ഡിസിപ്ലിൻ ലൈഫിലുണ്ട്, അതായിരിക്കാം മേ ബി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ദേവദൂതൻ, അത് കഴിഞ്ഞ് റൈഫിൾ ക്ലബ്ബ്, വീണ്ടും എൻ്റെ പഴയൊരു സിനിമ. അപ്പോൾ ഒരു സിനിമയുടെ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, അതിങ്ങനെ നമുക്ക് തരുന്നൊരു അത്ഭുതമുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി എനിക്കൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ സിനിമയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം റൈഫിൾ ക്ലബ്ബ് കണ്ടു, ഞാനും കണ്ടു, നല്ല സിനിമയാണ്. എനിക്ക് ആ അഭിനയവും ഇഷ്ടപ്പെട്ടു. മറ്റേ ഈ കാട്ടിലൂടെയൊക്കെ പോകുമ്പോഴുള്ള ആ ഒരു പരിഭ്രാന്തിയും ഇതെല്ലാം വളരെ വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിക്കാൻ ആ ഒരു ഗ്യാപ്പ് എടുത്തതൊന്നും ഒരിക്കലും ഒരുപാട് റിവ്യൂസ് എനിക്ക് റൈഫിൾ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ആദ്യത്തെ ഒരു പേടിയും പിന്നീട് ആ പേടിയില്ലാതെ കൃത്യമായി ആവശ്യപ്പെടുമ്പോഴേക്കും ട്രിഗർ അമർത്താൻ പറയുമ്പോഴേക്കും ഒക്കെയുള്ള ആ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള മൂഡ് ചേഞ്ച്. നല്ലൊരു ടീമായിരുന്നു എനിക്ക് വർക്ക് ചെയ്യാൻ. സംവിധായകൻ എന്ന നിലയിൽ 3 സിനിമയിൽ പ്രവർത്തിച്ചത് ഈ കുറച്ചുകൂടി ഒന്ന് വിനീതിനെ തന്നെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മളത് ഈ പറയുന്ന പോലെ നമ്മുടെ വളർച്ച, നമ്മൾ കാണുന്ന സിനിമകൾ, അങ്ങനെ എല്ലാം നമ്മളെ സ്വാധീനിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഷിഖ് അബു ആയാലും ശ്യാം പുഷ്കരനായാലും ദിലീഷ് ആയാലും അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ടീമിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് തരുന്നൊരു ഊർജ്ജമുണ്ട്. പിന്നെ വെൽ റിട്ടൺ ക്യാരക്ടറാണ്, അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നത്.